ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓരോ വീഡിയോസിലായിട്ടും ഞാൻ ഓരോ പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ റെയറായിട്ടുള്ള പ്ലാന്റ്സുകളും എല്ലാം തന്നെ ഓരോ പ്രാവശ്യവും ഞാൻ ഓരോന്നായിട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ കുറച്ച് കളക്ഷനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്ക് റെയറായിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സുകളുണ്ട്, അത് ഞാൻ ഇനിയും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ 10 ക്യാരറ്റ് അതേപോലെ 9 ക്യാരറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റുകളെ കുറിച്ചാണ് കേട്ടോ. ഇതാണ് 10 ക്യാരറ്റ് എന്ന് പറയുന്ന പ്ലാന്റ്. നല്ല കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ നല്ല കളറ് കിട്ടണമെങ്കിൽ ഞാൻ എന്നും പറയും പോലെ തന്നെ നല്ല വെളിച്ചമുള്ളൊരു ഷെയ്ഡിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. നല്ല ഷെയ്ഡുള്ള ഭാഗത്ത് വെച്ചെങ്കിൽ തന്നെ ഇത്ര നല്ല കളേഴ്സൊക്കെ വരുള്ളൂ. അപ്പോൾ 9 ക്യാരറ്റിൻ്റെയും 10 ക്യാരറ്റിൻ്റെയും വ്യത്യാസം എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് പ്ലാന്റ്സുകളുണ്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളായിട്ടുള്ള. അപ്പോൾ ഞാൻ പല വീഡിയോസുകളിലായിട്ട് നിങ്ങൾ എൻ്റെ മുന്നേ കണ്ടിട്ടുള്ള വീഡിയോസിലൊക്കെ അതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഗാർഡനിങ് ഇഷ്ടമുള്ളവർ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്ന 9 ക്യാരറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് കേട്ടോ. ഒരുപാട് ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത്. ഇതിനൊരു പ്രത്യേക കളറാണ് ഇതിൻ്റെ ലീഫുകൾക്കൊക്കെ. എത്രയോ കളേഴ്സുകൾ ചേർന്നിട്ടുള്ള ലീഫുകളാട്ടോ ഈ ഒരു പ്ലാന്റിനുള്ളത്. 9 ക്യാരറ്റ് അതേപോലെ ബ്ലാക്ക് ക്യാരറ്റ് 10 ക്യാരറ്റ് എന്നൊക്കെ പറയുന്ന പ്ലാന്റ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ 9 ക്യാരറ്റാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കണ്ടോ, ഇതിൽ ചെറിയ ചെറിയ ഷൂട്ടുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷൂട്ടുകൾ വരാനായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഐഡിയ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തീരെ തൈകളൊന്നും വരാത്ത പ്ലാന്റ്സുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗാർഡനിങ് വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവരുമാണെങ്കിൽ ആ വീഡിയോ എൻ്റെ ലിങ്കിൽ കയറി അത് കാണാവുന്നതാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ കാണുന്നതാണ് 10 ക്യാരറ്റ് എന്ന് പറയുന്ന പ്ലാന്റ്. ഇതിന് നന്നായിട്ട് കളറൊക്കെ കയറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സൺഷെയ്ഡിൽ ചില്ലാണ് ഇട്ടിട്ടുള്ളത്, അതുകൊണ്ട് ഇവർക്കൊക്കെ നല്ല കളർ തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലും തൈകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇതൊരു ചെറിയ പ്ലാന്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് വലിയൊരു പ്ലാന്റ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ പോട്ടുകൾ മാറ്റി കൊടുക്കാനായിട്ടുണ്ട്. അഗ്ലോണിമ ഒരുവിധമൊക്കെ ഒരു കുഞ്ഞു ചട്ടിയിൽ തന്നെ ഇരുന്ന് വളർന്നു വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മറ്റൊരു പ്ലാന്റാണിത്, ഒരു 10 ക്യാരറ്റ്. ഇതിലും ഒരുപാട് തൈകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എത്ര ഒരുപാട് തൈകൾ ഇതിൽ വന്നിട്ടുണ്ട്. 4 or 5 തൈകൾ ഇതിൽ ഷൂട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറയുമ്പോൾ അത്ര വലിയ പ്ലാന്റ് ഒന്നുമല്ല, ചെറിയൊരു പ്ലാന്റാണ്. അപ്പോൾ നമ്മളെ കെയറിങ് പോലെ ഇരിക്കും കേട്ടോ ഈ പ്ലാന്റുകളൊക്കെ വളർച്ച. അതേപോലെ തന്നെ ഷൂട്ട് വരുന്നതും എല്ലാം തന്നെ, അതേപോലെ ഇതിന് കൊടുക്കേണ്ട വളങ്ങളെക്കുറിച്ചും എല്ലാം ഞാൻ ഓരോ വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കാണാവുന്നതാണ്. ഇത്ര ഭംഗിയിലും അതേപോലെ നല്ല കളേഴ്സൊക്കെ വരാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും എല്ലാം ഞാൻ ഓർഗാനിക്കായിട്ടുള്ള വളങ്ങളാണ് കൊടുക്കാറുള്ളത്. എല്ലാം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനിയും ഒരുപാട് വെറൈറ്റീസൊക്കെ നമുക്ക് കാണിക്കാനായിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് ലോങ് ആവും. അതുകൊണ്ടാണ് ഞാൻ കുറേശ്ശെയായിട്ട് കാണിക്കുന്നത് കേട്ടോ. എന്നാൽ തന്നെ ഒരുപാട് സമയം എൻ്റെ വീഡിയോസൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ 9 ക്യാരറ്റ് പ്ലാന്റിനെ കുറിച്ചും അതുപോലെ തന്നെ 10 ക്യാരറ്റ് പ്ലാന്റിനെ കുറിച്ചുമാണ്. കണ്ടില്ലേ, എന്തൊരു ഭംഗിയാണല്ലേ ഇതിൻ്റെ ലീഫുകൾക്കൊക്കെ. നല്ല ഡാർക്ക് ഗ്രീന്, അതേപോലെ പിങ്ക്, യെല്ലോയിഷും അതേപോലെ തന്നെ ഒരു സിൽവറും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള കളേഴ്സുകളാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിനുള്ളത്. വളരെ ഭംഗി തന്നെയാണ് ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട്. ഇതിൻ്റെ തണ്ടുകളൊക്കെ ഒരു പിങ്ക് കളർ തന്നെയാണ് കേട്ടോ. ഇതിലിപ്പോൾ 3-4 തൈകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 10 ക്യാരറ്റിൻ്റെയും 9 ക്യാരറ്റിൻ്റെയും വ്യത്യാസങ്ങൾ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ പുതിയ പ്ലാന്റ്സുകളൊക്കെ പരിചയപ്പെടാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.